Hey everyone, welcome back to my channel. It's an unboxing video today, unboxing my new phone. ഇതിപ്പോൾ കോവിഡ് എല്ലാം ആയതുകൊണ്ട് ഓൺലൈൻ ഷോപ്പ് ചെയ്ത സാധനത്തിൻ്റെ കവറും കാർഡ്ബോർഡും എല്ലാം വരാതെ തന്നെ പൊളിച്ചിട്ട് പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ വീട്ടിനുള്ളിൽ കയറ്റുള്ളൂ. ബാക്കി കാർഡ്ബോർഡെല്ലാം വീട്ടിൻ്റെ വരാതയിൽ തന്നെ വെക്കും. സോ എൻ്റെ കൈ ഞാനൊന്ന് സാനിറ്റൈസ് ചെയ്യുന്നതാണ്. So that's my new phone, realme 6 Pro. വീട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ എൻ്റെ കൈയൊന്ന് നല്ലോണം സാനിറ്റൈസ് ചെയ്തു. പിന്നെ ഞാൻ ബോക്സ് ഒന്ന് സാനിറ്റൈസ് ചെയ്തു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. സോ ഇനി നമുക്ക് ബോക്സ് പൊളിക്കാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നോക്കി വെച്ചതായിരുന്നു. ഓർഡർ കൊടുക്കാൻ നോക്കുമ്പോഴേക്ക് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഓൾമോസ്റ്റ് 1 വീക്ക് ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് വന്നു നോക്കി അതിന് നോക്കുമ്പോൾ സ്റ്റോക്ക് വന്നത് വെച്ചിട്ട് അപ്പാട് ഓർഡർ കൊടുത്ത് സംഭവമാണിത്. നമ്മളെ ബോക്സ് തുറന്നു. വെൽക്കം ടു realme ഫാമിലിന്ന്. താങ്ക് യു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവറും കുറച്ച് ഇൻസ്ട്രക്ഷനും വാറണ്ടി കാർഡ്സ് എല്ലാം. ഇതെന്താ ക്വിക്ക് ഗൈഡ്, പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് കവർ, പിന്നെ ഇതാ ഫോൺ നല്ല കവറിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഫോൺ. USB കേബിൾ ഉണ്ട്. ഇത് ടൈപ്പ് സി USB കേബിളാണ്. പിന്നെ ഇത് ചാർജിങ് അഡാപ്റ്റർ. പിന്നെ ഇതിൻ്റെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. എടുക്കാൻ കഴിഞ്ഞില്ല, കിട്ടിപ്പോയി. ഫോണിൻ്റെ കവർ അയക്കാം. ഇത് കവർ അയച്ചു. ബാക്ക് സൈഡ് നല്ല ഉണ്ട് കാണാൻ. നല്ലൊരു ലൈറ്റിംഗ് എഫക്റ്റ് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൺ ഓൺ ചെയ്യാൻ സോ അതിൽ ലാംഗ്വേജ് ടീച്ചിങ്, എങ്ങനെ വൈഫൈ കണക്ട് ചെയ്യണം, അങ്ങനെ എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഞാനൊരു വൈഫൈ കണക്ട് ചെയ്തു ഫോണിൽ. അപ്പം ഡേറ്റും ടൈമും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പം അതാ അപ്ഡേറ്റ് ഉണ്ട്. 3+ GB ഒരു അപ്ഡേറ്റ്. And this is about the phone, realme 6 Pro, Android version 10, RAM 8GB, etc. ഈ ബാക്ക് സൈഡിൽ ലൈറ്റിംഗ് എഫക്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ വല്ലാണ്ടങ്ങ് ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 മന്തായി ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണാനില്ല എന്ന് പറയാം. എപ്പോഴെങ്കിലും കണ്ടാലായി എന്നുള്ള അവസ്ഥയാണ്. അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ when we are using it on daily basis. ഇതാണ് ഫ്രണ്ട് ക്യാമറ. കുഴപ്പമില്ലാത്ത ക്യാമറ, നല്ല ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് പവർ ബട്ടണിൽ തന്നെയാണ്. പവർ ബട്ടണിൽ മൗണ്ട് ചെയ്തതാണ്. ഫോൺ ഓൾമോസ്റ്റ് 1 hour കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. അത് നോക്കാൻ വേണ്ടി എടുത്ത സ്ക്രീൻഷോട്ട്സ് ആണിത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം സ്ലോട്ട് വരുന്നത്. നമുക്കൊന്ന് സിം ഇട്ട് നോക്കാം ഇനി. സോ അതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറയുടെ ഒരു സ്പെസിഫിക്കേഷൻ 20x സൂമാണ്. അത് നോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് 20x സൂം. കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് ക്യാമറയിലുള്ള ഡിഫറെൻറ്റ് മോഡ്സ്. ഞാൻ ഈ ഫോണിലെടുത്ത് കുറച്ച് ഫോട്ടോസ് കാണാം. ഇതെല്ലാം നോർമൽ ക്യാമറയിലെടുത്തതാണ്.
ആ ബോക്സ് ഇട്ട സ്ഥലം 20x സൂം ചെയ്ത് എടുത്ത് വെക്കണം ഓൺ ദ റൈറ്റ് സൈഡ്. പിന്നെ ഒരു ടെലിസ്കോപ്പിക് മോഡ് വരുന്ന അതിൽ നിന്ന് എടുത്തതാണ് മൂന്ന് പിക്സ്. ഫസ്റ്റ് നോർമൽ ക്യാമിലെടുത്ത പിക്ക്, സെക്കൻഡ് വൺ അൾട്രാ വൈഡിലെടുത്ത പിക്ക്. ഇത് ഞാൻ മാക്രോ മോഡിലെടുത്ത പിക്സാണ്. ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ ഈ ഫോണിൽ തന്നെ എടുത്തൊരു വീഡിയോ ആണ്, സ്ലോമോ വീഡിയോ ആണ്. അപ്പോൾ നമുക്കതും കൂടി കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.